കേരള കോൺഗ്രസിന്റെ വാർത്തകളാണ് ദിവസവും പുറത്തു വരുന്നത്. സജി മഞ്ഞക്കടമ്പൽ രാജിവെച്ചതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് പേര് പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സജി മഞ്ഞക്കടമ്പലിന് പിന്നാലെ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കൂട്ടരാജി. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളിക്കുന്ന് ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് പാർട്ടി വിട്ടത്. എന്നാൽ ഇവർ പാർട്ടി വിട്ടത് വികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു പി ജെ ജോസഫിന്റെ പ്രതികരണം. ജോസഫ് വിഭാഗത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് കൂടുതൽ പേർ പാർട്ടി വിടുന്നത്. സജിക്ക് പിന്നാലെ മോൻസ് ജോസഫിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നവും സ്ഥാനം രാജിവെച്ചു. പതിനൊന്നരയ്ക്ക് വന്ന് ഒരു പ്രസംഗിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റി പിരിച്ചുവിടും. പാർട്ടിയിലുള്ള ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് അഭിപ്രായം പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം പാർട്ടിയിലില്ല. പാർട്ടിയെ പുള്ളി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് എസിനെ പോലെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ബിയെ പോലെയും ഒരു MLA മാത്രം മതി, പുള്ളി മാത്രം പാർട്ടിക്കകത്ത് മതി, പുള്ളി മാത്രം മന്ത്രി മതി എന്ന് വിശ്വസിക്കുകയും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പുള്ളി അധപ്പതിച്ചിരിക്കുക. കാരണം പുള്ളി ആ രീതിയിലാണ്, വേറെ ഒരു നേതാവും വേണ്ട, പുള്ളി മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു നേതാവിൻ്റെ കൂടെ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കമ്മിറ്റിയിൽ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ പോലും പറയാൻ അവസരം തരാത്ത ഒരു പാർട്ടിയിൽ എങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും? എലിക്കുളം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മൂക്കിലിക്കാട്ട്, യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് ഉമ്മൻ കോശി, പാലാ യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിനു പാലത്തിങ്കൽ, ദളിത് ഫ്രണ്ട് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സന്തോഷ് VK എന്നിവർ ഉൾപ്പെടെ 50ഓളം പേരാണ് പാർട്ടി വിട്ടത്. എലിക്കുളം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനമായിരുന്നു വഹിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പാർട്ടിയുടെ തീരുമാനത്തോട് നമുക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാൻ രാജിവെക്കും. കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ അകത്തോട്ട് വരും, രാജിവെച്ച് പുറത്ത് വരും. ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, പത്തനംതിട്ട ജില്ല. അപ്പോൾ ഞാൻ ഇന്നത്തോടെ എൻ്റെ രാജി സമർപ്പിക്കുന്നു. നേരത്തെ കൊടുക്കണമെന്നുണ്ടിരുന്ന ഞാൻ കുറച്ചുകൂടെ താമസിച്ച് ഇപ്പം എൻ്റെ രാജി ഇന്ന് ഞാൻ കൊടുക്കുവാണ്. രാജിവെക്കാനെന്ന് പറഞ്ഞാൽ പാർട്ടിയോടെ കൂടെ ചേർന്ന് പോകാൻ താല്പര്യമില്ല. സജീവൻ ഇറങ്ങിയതോടുകൂടെ നമ്മളങ്ങ് പിന്മാറാൻ തീരുമാനിച്ചു. എന്നാൽ ഇവരെല്ലാം വികാരത്തിൻ്റെ പുറത്താണ് പാർട്ടി വിടുന്നതെന്നായിരുന്നു പി ജെ ജോസഫിൻ്റെ പ്രതികരണം. ഇല്ലില്ല, അങ്ങനെ അതിൻ്റെ പേരിൽ ആരും പോയിട്ടില്ല. ചില വികാരപ്പെട്ടു പോയി എന്നുള്ളപ്പുറത്ത് അതിലൊന്നുമില്ല, അടിസ്ഥാനമുള്ള ഒരു കാര്യമില്ല. വന്നാൽ സ്വീകരിക്കത്രേ ഉള്ളൂ. ഇതിനിടയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് PC തോമസ് KM മാണിയുടെ വീട്ടിലെത്തി. KM മാണിയുടെ ഭാര്യയും ജോസ് കെ മാണിയുടെ ഭാര്യ ജിഷയുമായും PC തോമസ് ഏറെ നേരെ സംസാരിച്ചു. കേരള കോൺഗ്രസിലെ പ്രതിസന്ധിക്കിടയിൽ തോമസിന്റെ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.